ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നില്ലേ നമുക്കൊന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വന്നാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് ലിറ്റിൽ ഏഞ്ചലിൻ്റെ പൗമ്പേഴ്സ് ആണ് കേട്ടോ. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായതാണ്, മോൻക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് ഇത്. ഞാൻ കുറേ ഇത് യൂസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല, കുറേ നേരം യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടില്ല, ഞാൻ വേറെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോയതല്ലേ ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും കൂടി ബാക്കിലാണ് കേട്ടോ. ഇവർ 4 ആൾ ഇരുന്നിട്ടുണ്ടായേ. എമിച്ചാണെങ്കിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെടുത്ത് ഫ്രണ്ടിലേക്ക് ഇരുത്തിയിട്ടാ. പിന്നെ അത് നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ബീച്ചിലേക്ക് എത്തുമ്പോൾ ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു സൺസെറ്റിൻ്റെ ഒക്കെ ടൈമായിട്ട് ബീച്ചൊക്കെ കാണാൻ തന്നെ വേറെ തന്നെ ഒരു രസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയ സമയത്തെല്ലാം നമ്മൾ 4 ആളും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ 3 ആളും കയ്യും പിടിച്ച് നടന്നോളും. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഓരിങ്ങനെ നോക്കി നടന്നോളൂ കേട്ടോ. പിന്നെ അത് എമ്മി ആണെങ്കിൽ ഉറങ്ങി എണീച്ചിട്ടില്ല. ആ ഒരു മൂഡൊന്നും ലെവലാവണം അത്രയും ആദ്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഫുള്ളും. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. ആ ഒരു സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഇല്ലാണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇറങ്ങി കളിക്കാനായിട്ട്. ഞാൻ ഫസ്റ്റ് ഇറങ്ങാണ്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെയാണ് കേട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. ആദ്യം പറഞ്ഞിട്ടുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു, ഫുള്ളായിട്ട് ആ ഒരു പുഴിയൊക്കെ ആവില്ലെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവർ 3 ആളും ഫസ്റ്റ് വിചാരിച്ച് ഞാൻ ഇവർ ഇറങ്ങുകയും ചെയ്യില്ല. പിന്നെ 3 ഫുൾ വെള്ളത്തിൽ തന്നെയായിരുന്നു, ഓരോ കയറ്റാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ 3 ആളെയും ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരുമിച്ച് ബീച്ചിലേക്ക് കൂട്ടിയിട്ട് വരുന്നത്. അതല്ലെങ്കിൽ ഷാനു അയ്യോ ഏതെങ്കിലും ഒരാളെ കൂടെ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി വലുതായില്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ജസ്റ്റ് 3 ആളെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായേ. അല്ലെങ്കിൽ എനിക്ക് എല്ലാവരും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരാണ്ടിരിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ 3 ആളെയും കൈയും പിടിച്ച് ഫുൾ ടൈം ഒരുമിച്ച് നിന്നിങ്ങനെ വെള്ളത്തിൽ കളിക്കൽ തന്നെയായിരുന്നു. ഓരില്ലേ എന്ത് വീട്ടിൽ നിന്ന് അടിപൊളിയെന്ന് പറഞ്ഞാലില്ലേ ഇങ്ങനെ എവിടെയെങ്കിലും പോയാൽ ഭയങ്കര ഒത്തൊരുമയാണ് കേട്ടോ. പിന്നെ ഞാനില്ലേ എമിസോനൊന്ന് പുഴയിലിരുത്തിയിട്ടാണ് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടേനു. ഓനെ ഞാൻ ആദ്യം പുഴയിലിരുത്തിയിട്ടുണ്ടായി. പിന്നെ പറയാൻ വേണ്ടല്ലോ, ഓനക്ക് അവിടെ നിന്ന് എണീക്കണ്ട, ഓൻ പുഴയിൽ ഫുള്ളും കളി തുടങ്ങി. അതൊക്കെ വാരിയിട്ട് ഫുള്ളായിട്ടാക്കി ഡ്രസ്സിൽ മൊത്തത്തിൽ അലമ്പാക്കിയിട്ടാണ്. ഓനെ നമ്മളില്ലേ ഇതിന് മുന്നേ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും അന്നേരം ഇങ്ങനെ പുഴയിലൊന്നും ഇരുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അന്നേരം ഓനിങ്ങനെ ശരിക്കും ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് നോമ്പിനൊക്കെ മുന്നേ അല്ലേ. ഇപ്പം അന്ന് നല്ല വൃത്തിക്ക് ഇരിക്കാനെല്ലാം തുടങ്ങിയത്. അപ്പം പിന്നെ കുറച്ച് നേരം പുഴയിലൊക്കെ കളിച്ചിട്ടാ. പിന്നെ ഞാനും കുറച്ചിങ്ങനെ ഈ ഒരു ബീച്ചിലേക്ക് ഇറങ്ങുന്ന അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മളെ കാലിലേക്ക് ഇങ്ങനെ അടിച്ച് വരില്ലേ, ആ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ടായേ. പിന്നെ ഇതാ ഇച്ചൂസും കൂടി വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കളിക്കാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴില്ലേ ഓന ഇരുന്നിട്ടുള്ള കളിയെല്ലാം നിർത്തി. പിന്നെ ഫുൾ കടന്നിട്ടൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓനെ ഞാനൊന്നെടുത്ത് റെഡിയാക്കി എടുത്ത് പിന്നെ പുഴയിലൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വാപ്പയും മക്കളും കൂടിയിട്ടായി പുഴയിലുള്ള കളിയൊക്കെ. പിന്നെ നല്ലോണം ഇഷ്ടമാവാൻ തുടങ്ങിയറിയില്ലേ നമ്മൾ പിന്നെ ബീച്ചിൽ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരെയും കൊണ്ടൊന്ന് കിഡ്സ് പേലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായേ. പിന്നെ ഇതാ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരാളാണെങ്കിൽ ഷാനു എന്ത് പറഞ്ഞിട്ട് എൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇത് ചെറിയ മക്കൾ കളിക്കുന്നതാണ്, എനിക്കിതിൽ കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞിട്ട് ഓൾ അടുക്കുന്നില്ല കേട്ടോ. എങ്ങനെ പറഞ്ഞിട്ട് ഓൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഒരു പൊട്ടറ്റോ ഡിസ്റ്ററൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാനോളും കൂടി അവിടെ പുറത്തിരുന്ന് പിന്നെ എനിക്കും ബാക്കി 2 ആളും കൂടിയിട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ നേരെ പോയതില്ലേ സെക്യൂര സെൻറ്ററിലേക്കാണ് കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, ഇവരെ കൂട്ടിയിട്ട് വന്നതല്ലേ, എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്, അല്ലാണ്ട് കുറേ ഡ്രൈവ് ചെയ്യണമല്ലോ. പിന്നെ നമ്മളവിടെ എത്തിയ സമയത്തില്ല ആദ്യം അവർ പാർക്കിങ്ങൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പിന്നെയാണ് കേട്ടോ പാർക്കിങ്ങൊക്കെ സെറ്റായിട്ടുണ്ടായേ. നല്ല തിരക്കേനു വന്ന്. പിന്നെ നമ്മൾ നേരെ പിസ്സ ഹട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായേ. അപ്പം ഇവർക്ക് എല്ലാവർക്കും പിസ്സ വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും കൂടി പിസ്സ തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായേ. ഇവർ 3 ആൾക്കും പിസ്സ മതി എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഇതാ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നെസ്റ്റോൾക്ക് ഇറങ്ങി കേട്ടോ. കാര്യമായിട്ട് അവിടെ നിന്നൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. എനിക്കില്ലേ ഒരു റൂം ഫ്രഷനർ വാങ്ങാനേനു പോയിട്ടുണ്ടായേ.
ഞാൻ കുറേ നാളായിട്ട് അതൊന്ന് തപ്പി നടക്കുന്നത് ഞാൻ വിചാരിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഈ ഒരു സ്പ്രേ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അവിടെ കയറിയപ്പോൾ പിന്നെ ഇവർക്ക് കുറച്ച് ഡോണറ്റും ചോക്ലേറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർക്കാണെങ്കിൽ രാവിലെ മദ്രസയിലൊക്കെ പോകണ്ടാന്ന്. അപ്പോൾ പിന്നെ കുറേ ലേറ്റായാൽ ശരിയാവില്ലല്ലോ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.